ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഫുൾ ഡസ്പായിരുന്നു. കാരണം ഞാൻ ഇന്ന് പുറകിൽ എൻ്റെ കിച്ചൺ ഗാർഡനിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. പയറിൻ്റെയൊക്കെ എടുത്തോട്ട് ചെന്നപ്പം വലിയ ഇഷ്യൂ ഒന്നുമില്ല. പയറൊക്കെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതെൻ്റെ ചോളമാണ് കേട്ടോ. എനിക്ക് കരച്ചിൽ വന്നെന്ന് പറഞ്ഞാൽ നോക്ക് ആ ചോളത്തിൻ്റെ അവസ്ഥ. ഞാനാണെങ്കിൽ ഈ ഞായറാഴ്ച ഒരു വലിയ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് നോക്കിയപ്പോൾ എൻ്റെ നെഞ്ച് പൊടിഞ്ഞു പോയി. ഇതുണ്ടോ, കൂടുതലും ഇങ്ങനെയാണ് സംഭവിച്ചത്. ആ മുളകിൻ്റെ മണ്ട ഒടിഞ്ഞു പോയി. അങ്ങനെ നട്ടതിൻ്റെയൊക്കെ ഒടിഞ്ഞു പോവുക ചെയ്തത്. ഇത് പിന്നെ കുഴപ്പമില്ല, ആ ഒടിഞ്ഞു ഭാഗം നുള്ളി വിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വരും. ഈ തക്കാളിക്കും വലിയ സംഭവിച്ചില്ല. പക്ഷേ ഇതേ നോക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ഇവിടെ ആൾതാമസമുള്ള പറമ്പായിരുന്നു. ഇവിടെ നിറയെ വഴുതനയായിരുന്നു കേട്ടോ. അത് കണ്ടോ മറിഞ്ഞു കിടക്കുന്നത്, ആ വഴുതനയുടെ മണ്ടയ്ക്കോട്ടൊക്കെ. ഒത്തിരി ഒന്നും ആയി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഞാൻ ചട്ടി വെച്ച് ബാക്കി ഒരു 10 ഉണ്ടായിരുന്നു അറിയത്തില്ല. എന്നാലും ഒരു 8-9 എണ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ നിലത്ത് തടമൊക്കെ എടുത്ത് വെച്ച് കൊടുത്തതാ. അതെ, ഇതാണ് തക്കാളി. ഇവിടെ തക്കാളിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടാവുന്നില്ലേ? അപ്പം ഇത് നട്ട എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ നെഞ്ച് തകർന്നു പോയി. ഇനി എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണോ, ഇവിടെ വെച്ച് നിർത്തണമെന്ന് അറിയത്തില്ല. ഇതുണ്ടോ, ഇത് വെള്ളരി. ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് വരെ, അതായത് മഴ തുടങ്ങുന്നതിന് മുന്നേ വരെ ഈ വെള്ളരി നിറയെ പൂവായിരുന്നു. ഇപ്പൊ പൂ എവിടെ പൂ? ഇതുണ്ടോ പാവല്. ഇനി 2 എണ്ണം കൂടി മിച്ചോളൂ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഈ 3-4 ദിവസം നല്ല തകർപ്പ മഴയായിരുന്നു. മഴയത്ത് ചീഞ്ഞു പോയി. ചീഞ്ഞ കൂട്ടത്തിലുള്ള ഒരാളാണിത്. ഇനി ഇതിനകത്തൊക്കെ തക്കാളിയൊക്കെ ഇതുണ്ടോ നിൽക്കുന്ന ചിലതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇതുണ്ടോ ചിലതൊക്കെ വീണ് പോയി. എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ എനിക്കിത് ഞാൻ എന്നാ ചെയ്യണം. എനിക്കങ്ങ് മനസ്സ് മടുത്തു പോയി കേട്ടോ. അപ്പം ഞാൻ ആലോചിക്കുന്നു, ഒരുപാട് ഇതിൽ കൃഷി ചെയ്യുന്ന വലിയ കർഷകരൊക്കെ ഉണ്ടല്ലോ. അച്ഛനിടയ്ക്ക് പറയാറുണ്ടായിരുന്നു കണ്ടത്തിൽ മട വീഴുന്ന കാര്യമൊക്കെ ഈ വലിയ മഴകളൊക്കെ വരുമ്പോഴത്തേക്ക്. അപ്പം ഞാൻ അവരുടെയൊക്കെ കാര്യം ആലോചിച്ച് സമാധാനിക്കുവാണ് കേട്ടോ. എന്നാലും എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പണിയൊക്കെ കിട്ടുമ്പം പിന്നെ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് ചെയ്യാൻ തോന്നുന്നല്ലേ? ഈ പണിയൊക്കെ എക്സ്പെക്റ്റഡ് ആണ്. എന്നാലും ഇതുപോലൊരു മഴ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പിന്നെ ഇവരൊക്കെയാണ് ആശ്വാസം. ഇതൊക്കെ തണ്ണിമത്തനാട്ടോ. ഇത് പോകും, മൊത്തം പോകുമെന്ന് ഇന്നലെ രാത്രിയിലത്തെ ആ മഴയത്ത് ഞാൻ വിചാരിച്ച് എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി വെച്ചേക്കുമായിരുന്നു. എനിക്കൊന്നും പോലും കിട്ടത്തില്ല. ഇതൊക്കെ മത്തനാണേ. അങ്ങനെ വിചാരിച്ചു വെച്ചു. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ആശ്വാസം. ഇതൊക്കെയെങ്കിലും ബാക്കിയുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം. ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. എന്താ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല. ഇനിയും നമ്മൾ കിളിപ്പിക്കും, ഇനിയും നടും എന്നൊക്കെ വിചാരിച്ചാലും ഞാൻ ചീര പാകാൻ വേണ്ടി തടമൊക്കെ എടുത്തിട്ടേക്കുമായിരുന്നു. ഞാൻ നട്ടിരുന്നെങ്കിൽ എനിക്ക് അവിഞ്ഞ ചീര കിട്ടിയേനെ. ഇത് നമ്മുടെ പുറകുവശത്തുള്ള ഒരു ഇരുമ്പമ്പുളിയാണ് കേട്ടോ. ഇരുമ്പപ്പുളി എന്ന് പറയത്തില്ലേ, അത് മഴയത്ത് ഫുൾ കൊഴിഞ്ഞ് അതിൻ്റെ താഴെ മൊത്തം കിടപ്പുണ്ട്. ഇനി അവിടെ ഇവിടെയായിട്ട് കുറച്ച് കൊലകൾ മിച്ചമുണ്ട്. പിന്നെ സാരമില്ല കേട്ടോ. അച്ഛൻ പറയായിരുന്നു ഇവിടെയൊക്കെ വെയിൽ കൂടിയിട്ട് വെള്ളം പറ്റി തുടങ്ങി കിണറിലെയൊക്കെ. അപ്പോൾ കുറച്ച് പൊക്കത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വെള്ളമില്ലാണ്ട് അവർ ഒത്തിരി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഈ മഴ അവർക്കൊക്കെ വലിയൊരു ആശ്വാസമാണ്. അതുകൊണ്ട് സാരമില്ല അല്ലേ, പോട്ടെ. ഇതിനിപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥയാണ്. ഇതുണ്ടോ കിടക്കുന്നത്. പക്ഷേ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഇല്ലിയൊക്കെ ചോടോടെ പൊളിഞ്ഞിങ്ങി പോന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇന്നലത്തെ മഴ തന്നിട്ട് പോയ പണിയെന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല, നല്ല പണി തന്നിട്ടാണ് പോയത്. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർക്കെങ്കിലും അതൊരു സമാധാനമൊക്കെ ആകുമെങ്കിൽ ഈ പണി നമുക്കങ്ങ് സഹിച്ചേക്കാം. അപ്പം എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.